അല്ല ഇവര് കുര്യാക്കോസ് മാഷും പുള്ളി ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ അവിടെയുള്ള പറമ്പുണ്ടല്ലോ അവിടെ വരുമ്പോൾ കപ്പയുടെ വളരെ ജോളിയായിട്ടല്ലേ ഇവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിന്ന് നന്നായിട്ട് ഉറങ്ങുന്നു. നല്ല ഒരു തോർത്തൊക്കെ വട്ടക്കടുത്തൊക്കെ തോർത്തിട്ട് ബൈക്കിൻ്റെ പുറകിൽ പുള്ളിക്കാരത്തി യാത്ര ചെയ്യുന്നു. പുള്ളിക്കാരൻ കാരണം എന്നെ കാണാൻ വർത്തമാനം പറയുമല്ലോ, കാരണം ആ പരിചയക്കാരനല്ലേ. എടാ എന്നാ ബിജു വിഷയമെന്ന് കുര്യാക്കോസ് മാഷ് ചോദിക്കും. എനിക്ക് കുര്യാക്കോസ് മാഷിനെ അറിയാവുള്ളൂ, പുള്ളിക്കാരത്തി. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് വെളുത്തിട്ടൊരു സ്ത്രീ, വളരെ യോഗ്യയായ ഒരു സ്ത്രീ. ഞങ്ങളവിടെ ചെന്നപ്പോൾ പറഞ്ഞെന്നറിയാവോ, കുര്യാക്കോസ് സാറിൻ്റെ കൂടെ നടക്കുമ്പോൾ നാട്ടുകാരെന്നെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പനും മകളുമാന്ന് പറയായിരുന്നു. എനിക്ക് പ്രായം തോന്നിയില്ലായിരുന്നു. ഞങ്ങളെ അത് കേട്ടില്ലായിരുന്നോ? വീഡിയോ കേട്ടില്ലായിരുന്നോ? അതെ, അതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ കുര്യാച്ചൻ്റെ കൂട്ടത്തിൽ ആ സ്ത്രീക്ക് പ്രായമായില്ലെന്നൊരു ധാരണയാണ് ഇപ്പോഴും മനസ്സിലായി. അവർക്ക് ഞാൻ ചാനലൊക്കെ കാണാറുണ്ട്. ചെയ്യുമ്പോൾ ഈ പിന്നെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്കറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല, ടി വി കാണാം. ഈ സെബാസ്റ്റ്യൻ കയറി ഈ പറയുന്ന മാന്തോ പിടിക്കുകയോ കളയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ JCBക്ക് ഈ പറമ്പിലാണ്, ഈ ചേർത്തല പറമ്പില. അത് ഈ റോസമ്മയ്ക്ക് ആരും അറിവില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പാലക്കടയല്ല കോട്ടയത്ത് കിടക്കുന്ന ഒരാൾ എൻ്റെ പറമ്പിൽ വന്ന് JCB കൊണ്ട് കളയ്ക്കുകയും പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എടാ ഇതെന്നടാ ഇത് ഈ ആലപ്പുഴ കിടക്കുന്നവൻ ഇവിടെ വേറൊരു കാര്യം സത്യം പറയല്ലോ. ഈ റോസമ്മ ഞങ്ങൾ ഈ നാട്ടിൽ കാണുമ്പോൾ ഇത്രയും വലിയൊരു ഫ്രോഡാണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. കാരണം ഈ കുര്യാക്കോസ് മാഷിനെ പറയുന്ന പോകുമ്പോൾ ഈ പറഞ്ഞ നമ്മളെയൊക്കെ ആരെയും കാണുമ്പോൾ ചിരിക്കും, കാണാൻ കഴിച്ച് നല്ല ഒരു ഈ പറഞ്ഞല്ലോ ജനിച്ചു വളർന്നവനല്ലേ, ജനിച്ചു വളർന്നവനാ ഇതൊക്കെ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എനിക്ക് ആദ്യം നമുക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഈ ഷൈനി എനിക്ക് തന്നു. അപ്പോൾ പരസ്പരം ഞങ്ങളെല്ലാം ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊക്കെ എൻ്റെ അനിയൻ ഈ ബാങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് പോവാം. അപ്പോൾ പറഞ്ഞത് ചേട്ടായി എന്നെ പറഞ്ഞത് ആ പുള്ളിക്കാരത്ത് ഇത്ര ഫ്രോഡാണ്. ദൈവാദിനം ഭാഗ്യമായി ഞാൻ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഒപ്പിടിച്ചാൽ ഇപ്പം നമ്മളും കുടുങ്ങിയനെന്ന് പറഞ്ഞ് അമ്മ പറയുക ചെയ്തത്. അപ്പോൾ കാഴ്ചയിൽ അത്രയ്ക്കും പെരുമാറ്റമാണ്. പിന്നെ അവസാന കാലഘട്ടത്തിൽ ആ മരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇവിടെ വന്ന് കിടക്കും, വണ്ടി ഓടിക്കാൻ പറഞ്ഞു വന്നത്. ഇവിടുന്ന് ഈ പുള്ളിക്കാരത്തി സാധനങ്ങളെല്ലാം അവിടെ വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയല്ലോ. ഈ പോയപ്പം തന്നെ ഈ പുള്ളിക്കാരത്തിയുടെ സ്വഭാവം നമുക്ക് ഊഹിക്കാവുന്ന മാത്രമേ അല്ല ഈ ഇവിടുന്ന് വണ്ടി വിളിച്ച് ലോറി വിളിച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓർത്ത് നോക്കിയേ, ഇവിടുത്തെ കുര്യാക്കോസ് സാറിന് 5 ദിവസം ആയോടെന്ന് ഓർക്കണം. പുള്ളിക്കാരത്ത് പറഞ്ഞൊരു ന്യായം ഞാൻ എൻ്റെ മനസ്സിൽ നിന്നുണ്ട്. ആ വീട് മുഴുവൻ ചെതിൽ പിടിച്ച് പോവുക, നശിച്ചു പോവുക അവിടുത്തെ. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വീടാണത്. പിള്ളേരുടെ അവകാശം പിള്ളേർക്കാണെങ്കിൽ ഞാൻ അവിടെ പോയി താമസിക്കുവാണ്. കാരണം ഇനിയുള്ള കാലത്ത് അത് ചെതിൽ പിടിച്ച് നശിച്ചു പോയി കഴിഞ്ഞാൽ അത് ആർക്കും ഇല്ലാണ്ടാവും. ഇനി പിള്ളേരുടെ കാലത്ത് എന്താണാവട്ടെ ഞാൻ പോവാന്ന് അങ്ങനെയാണ് അന്ന് പറഞ്ഞത്. അവിടെ പുള്ളിക്കാരത്തി ഇടയ്ക്ക് ചേർത്തിട്ട് പോകുമായിരുന്നു. ചോദിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ മുന്തിരി ചേർത്ത് ചോദിച്ചപ്പോൾ നീ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ഞാനിങ്ങനെ അവിടെ പോയതാണ്, ചെതര മുറി പിടിച്ചിരിക്കുക, അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് താമസം പറഞ്ഞ് അവർ ഇറക്കി വിടുവാണെങ്കിൽ ഇറക്കി വിട്ടോട്ടെ എന്നുള്ള രീതിയിലാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, തുറന്ന് ചോദിക്കുക, ഈ പിള്ളേരെ ഈ മണിക്കുട്ടീനെയും ജോണീനെയും വീട്ടിൽ നിന്നും ഈ റോസം ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു ചാനലിൽ അവിടെ അടുത്തുള്ളൊരു ബീന എന്ന് പറഞ്ഞ ഒരാൾ ഇൻ്റർവ്യൂ ചേട്ടൻ കേട്ട് കാണുമായിരിക്കും. ഞാൻ കേട്ടില്ല. അതായത് ബീന എന്ന് പറഞ്ഞ ഒരാൾ തൊട്ടടുത്തുള്ളവർ, അതായത് മണിക്കുട്ടീനെയും അതുപോലെ തന്നെ ഈ മണിക്കുട്ടീനെയും ജോണിനെയും ഈ റോസമ്മ വഴക്കുകൂടി, അതായത് ജോണി പീഡിപ്പിക്കാനായിട്ട് ചെന്നു എന്നൊരു കാരണം റോസമ്മ പറഞ്ഞുകൊണ്ട് ആ ഒരു കാരണം ജോണിയിൽ ചാർത്തിക്കൊണ്ട് കള്ളക്കേസ് കൊടുത്തിട്ട് ഈ ജോണിനെയും മണിക്കുട്ടീനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ പിള്ളേർ ഒരു പരിധിവരെ അവരുമായിട്ട് അങ്ങനെ ചോദിച്ചല്ലോ, അവർ പോവുകയല്ലേ, അവർ ഇവരുമായിട്ട് ചേരിയല്ല. ഈ പിള്ളേരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ ഈ റോസമ്മ? അല്ല, ഈ റോസമ്മയുടെ അടുത്ത് പോയി പിള്ളേർ താമസിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്. ഇവിടെ അവിടെ ഉള്ളപ്പോൾ അവിടെ കിടക്കിയല്ല. ഇവർ പറയുന്ന വെറുതെ പറയുന്ന ബീന വെറുതെ പറയുന്ന പിന്നെ പീഡിപ്പിയിലൊന്നും നടന്നിട്ടൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറഞ്ഞു. കാരണം ഈ സ്ത്രീക്ക് അന്ന് ഇയാളെ കെട്ടിക്കൊണ്ടു 10-52 വയസ്സില്ലേ, എങ്ങനെയും കുര്യാക്കോസിയുടെ മരിക്കുമ്പോൾ ഇവർക്ക് 10-55 വയസ്സില്ല. പിന്നെ പീഡിപ്പിച്ചത് ചുമ്മാ ഈ പറയുന്ന ഇവരെ ചേട്ടാ പീഡിപ്പിച്ചിട്ടില്ല. ഇവരൊരു പ്രത്യേകിച്ച് ഫ്രോഡായ സ്ത്രീയാണ്. ഇവരുടെ നമ്മുടെ നാട്ടിൽ ഇവിടെ പറയല്ലേ, ഈ ചില പെണ്ണുങ്ങൾക്ക് വേറെ ഒരു പിന്നെ ചേട്ടൻ കൂടുതലുള്ള സാധനങ്ങളില്ല. എത്ര പ്രായമായാലും 20 വയസ്സായാലും കൊണ്ടുവന്ന് അതിന് ഹിസ്റ്റീരിയ. സത്യമാണ്, ഹിസ്റ്റീരിയ. ഈ ഹിസ്റ്റീരിയ പിടിച്ചൊരു സ്ത്രീ ആയിരിക്കും ഒരു പക്ഷേ. ഒരു കേസ് കെട്ടില്ല. ഇവന്
ഈ ആ ഒരു കേസ് കെട്ടൊക്കെ ഒന്ന് ചുമ്മാ ഇവിടെ ചുമ്മാ ഉണ്ടാക്കുന്ന അവരെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കി വിടാനുള്ള ഒരു തന്ത്രമാണ് റോസമ്മ ആ വീട്ടിൽ നിന്ന് ആ പിള്ളേരെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കുതന്ത്രം മാത്രം. റോസമ്മ അയലോക്കത്തുള്ളവരോടൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഈ വീട്ടുകാർ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ വേറെ ഈ പിള്ളേർ നമുക്കറിയാം, ഈ ജോണിനെയും ഈ മണിക്കൂട്ടിനെയൊക്കെ പേഴ്സണായിട്ട് അറിയാൻ പറ്റില്ല. ജോണി ഞങ്ങളുടെ അവിടെയുള്ള പറമ്പിലും ഇവിടെ വരുമ്പോൾ ചേട്ടാ എന്നെ വിഷയം ഇതുങ്ങൾ സാധുക്കളായ പിള്ളേർ, ഈ അമ്മ മരിച്ചു പോയ പിള്ളേരല്ലേ ഇവർ, അവരതിൻ്റെ ഒരു ബുക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാനമ്മയുടെ വരവർക്ക് അത്ര ഒട്ടും ഇഷ്ടമല്ല. കാരണം ഞാൻ പറഞ്ഞത് ഈ തള്ളയും വീട്ടിൽ അവർ കിടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവർ ചേർത്തലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്കുണ്ട്, അല്ല ഇവിടെ കാറുണ്ടെന്നേ, ഇവർക്ക് കാറുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ കാറുണ്ട്. അതല്ലെങ്കിൽ അനിയൻ്റെ വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകും. അവിടെ പോയി അവിടെ ചെന്നു പറമ്പിൽ നോക്കി അവരെ കാറിന് ഇവിടെ വരും. അതല്ലെങ്കിൽ ആലപ്പുഴ മണിനെ കെട്ടിച്ച വീട്ടിൽ അവിടെ പോയി കിടക്കും. ഈ വീട്ടിൽ കിടക്കില്ല. അവരിവിടെ വന്ന് നമ്മുടെ പട്ടാളക്കാരനെ അല്ല അനിയൻ്റെ ഇവിടെ ഈ റോസമ്മ എന്ന് പറഞ്ഞ ആള് ഈ കുര്യാക്കോസ് സാറിന്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഒരിക്കലും അവർ കല്യാണം ഒരു ഭർത്താവ് മരിച്ച് കൃത്യം 10 മാസം 8 മാസം കഴിയുമ്പോഴത്തേനും അവർ ഈ ആളെ കിട്ടി വന്നില്ലേ. അപ്പോൾ ഈ അവർക്ക് അറിയാവുന്നൊരു സംഭവം അറിയോ, ഇദ്ദേഹം ഏതാണ്ട് 2-3 വർഷം കഴിയുമ്പോൾ പെൻഷൻ പറ്റുമ്പോൾ ന്യായമായ ഒരു ഫൈനാൻസ് ഉണ്ട് എന്ന് ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും. അത് മാത്രമല്ല ആദ്യത്തെ ഭാര്യയുടെ എമൗണ്ട് കയ്യിലുണ്ടെന്നൊരു ധാരണയുണ്ട്. അല്ല അതൊരു സ്വാഭാവികം വരില്ല. ചിന്നമ്മ ചേച്ചിയുടെ ചിന്നമ്മ ചേച്ചിയുടെ ഇത് വരും. രണ്ടാമത് കുര്യാക്കോസ് മാസ്റ്റർ പെൻഷൻ പറ്റുമ്പോൾ കിട്ടുന്ന പൈസ വരും. പത്രത്തിൻ്റെതായ ഒരു പത്രത്തിന്റെ വരും, പിന്നെ ഇൻഷുറൻസിന്റെ വരും. ഇതെല്ലാം കൂട്ടം വരും. ഇതൊക്കെ കയ്യിലുണ്ട്. പക്ഷേ നമുക്കൊന്നും അതിനെപ്പറ്റി ഒന്നും ഇവര് കുടുംബക്കാർ, അതായത് ഉടുമ്പനാട്ടം എന്ന് പറഞ്ഞ കുടുംബക്കാർ നല്ല ആൾക്കാരായ കാരണം അവർ പൈസയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാത്ത കാരണം അത് വേറെ സ്വസ്ഥയും സമാധാനമായിട്ട് പോട്ടെ എന്ന് ഈ മക്കൾ വിചാരിച്ചു. ഈ കുടുംബക്കാർ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഈ കുടുംബത്തിന്റെ ഭാവിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ പിള്ളേരുടെ ഭാവിക്ക് പ്രാധാന്യം കൊടുത്തു. കാരണം കേസ് കളിച്ച് അനാവശ്യമായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് കേസിനെ പറ്റി ഇഷ്ടമല്ല. നമ്മൾ എന്ത് കേസ് സമാധാനമാണല്ലോ ആഗ്രഹിക്കുന്നത്. സമാധാനം എന്ത് കേസുകളുണ്ടെങ്കിലും നമ്മൾ സമാധാനം. വേറെ ഒരാൾ ഞാൻ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ എനിക്ക് 73 വയസ്സായി. ഇത്രയും കാലമായിട്ട് എന്നോട് ഒരാളും മറിച്ചൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. മറിച്ച് വേറൊരു രീതിയിലൊരു വർത്തമാനം പറഞ്ഞിട്ടില്ല. ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല. ഒത്തിരി നേരമായി നമുക്ക് അല്ലേ. അതൊന്നും എനിക്ക് പണിക്കാരുണ്ട്. മിശ്രമില്ലാത്ത മനുഷ്യൻ ഏക്കറേജ് കടാര കൃഷിയാണ്. ഞാൻ കുഞ്ഞേപ്പേനെ കാണാൻ വന്ന് വേറൊരു ആവശ്യത്തിനായിരുന്നു. കുഞ്ഞേപ്പേൻ്റെ ഒരു പണിക്കാരെ എനിക്ക് 2 ദിവസം വിട്ടുവരും തരാൻ വേണ്ടി വന്നപ്പോഴാണ് നിങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. എന്താണേലും സങ്കടമുണ്ട് ചേട്ടാ, പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര കാലമായാലും കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഇവള് കാരണമാണ് ഇത്രയും ബുദ്ധിമുട്ടിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ ഒരു കൊച്ച് പിള്ളേർ അവരുടെ അപ്പൻ കണ്ട സ്വത്ത്. കുര്യാക്കോസ് സാറ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുള്ളൂ. വെള്ളിയാഴ്ച ഇനി പോരും. ഞായറാഴ്ച ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുള്ളൂ. അതല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 4 മണിക്ക് അവിടെ നിന്ന് പോകും. ശനിയാഴ്ച അല്ല ഞായറാഴ്ച വൈകിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ വല്ല മഴയോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ 4 മണിക്ക് പോകും. എല്ലാ വെള്ളിയാഴ്ച 99% വെള്ളിയാഴ്ച വരുമായിരുന്നു. കാരണം ശനി ഞായറും പിള്ളേർ ഇവിടെ ഉണ്ടല്ലോ. അല്ല അത് തന്നെയല്ല, ശനി ഞായറും പത്രത്തിൻ്റെ ഈ കളക്ഷൻ വേണ്ടേ എല്ലാ മാസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 1000 പത്രം എന്ന് പറഞ്ഞാൽ എത്രയായി? ഇപ്പം 25 ലക്ഷം എന്തോരം ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പോഴത്തെ വില അനുസരിച്ച് പിന്നെ 270 രൂപ കിട്ടണേ. ഈ 270 രൂപ എന്ന് പറഞ്ഞാൽ ഇവന് ഇപ്പോൾ ഈ 2000 ഞങ്ങൾ നിർത്തുമ്പോൾ 1500 പത്രത്തോളം 1500 കളക്ഷൻ ഇതിനെ പോകുന്നത്. അത് കൊണ്ടുപോകുന്ന 7 പിള്ളേരുണ്ട്. ഈ ബിജുവിൻ്റെ അടുത്ത് ഒക്കെ സഹിതം. അപ്പോൾ 6-7 പേര് ഇവന് ഒരാൾക്ക് ബൈക്ക് മേടിച്ചു കൊടുത്തേക്കും. ബാക്കി പിള്ളേർക്കൊക്കെ സൈക്കിളാണ് മേടിച്ചു കൊടുത്തേക്കുന്നത്. അന്ന് സൈക്കിൾ കയറി പോകാമല്ലോ. അങ്ങനെ ഈ പിള്ളേർ വൈറ്റില സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഈ ബൈക്കൊക്കെ ഇവള് കരസ്ഥമാക്കി കാണുമല്ലോ. അതും ഈ ബൈക്കെല്ലാം ഇവള് മേടിച്ചെടുത്ത് കാണുമല്ലോ. അതൊക്കെ നമുക്കറിയാൻ പാടില്ല. അതൊന്നും നമുക്കറിയാൻ പാടില്ല. ഏതായാലും അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പിന്നെ ബൈക്ക് ഒരു കൊച്ചിന് വയറ്റിലേക്ക് കൊണ്ടുപോകുന്ന കൊച്ചിന് മാത്രം ബൈക്കുണ്ട്. ബാക്കിത്ത് എല്ലാവരും മറ്റേ സൈക്കിളിനാണ് പോകുന്നത്. അല്ലാതെ നമുക്ക് ഉള്ള കാര്യം ഇത്രയൊക്കെ ഉള്ളൂ.